ജോർജ് ദ സിംഗർ. അധ്യായം 1. ഇതാണ് വരാപ്പുഴ പുത്തൻപള്ളി ദേശത്തെ സെയിൻറ് ജോർജ് ദേവാലയം. കൊല്ലവർഷം 1788 ഇത് സ്ഥാപിതമായത്. സെയിൻറ് ജോർജ് പുണ്യാളന്റെ ഒരുപാട് അനുഗ്രഹ വർഷങ്ങൾ ഏറ്റുവാങ്ങിയ മണ്ണാണിത്. ഇന്ന് ഈ ദേവാലയത്തിൽ ഒരു വിവാഹം നടക്കുകയാണ്. ആരായി ജോർജ്? ആരായി ജോർജ് മണവാളൻ? ഞാനാ. താനിങ്ങ് വന്നേ. ഞാനാ ജോർജ് മണവാളൻ. ജോർജ് പുണ്യാളൻ? അയ്യോ, ജോർജ് മണവാളൻ. മണവാളൻ ജോസഫിന്റെ ആരാ? അയ്യോ, ആരുമല്ല. പിന്നെ ഈ പേരിന്റെ കൂടെ ഒരു മണവാളൻ? ഈ വേഷം കണ്ടിട്ട് മണവാളനായിട്ട് തോന്നുന്നില്ലേ? വേഷം കെട്ട്. ഈ വേഷം കണ്ടിട്ട് മണവാളനായിട്ട് തോന്നുന്നില്ല. കപ്പേര് വിളിച്ചത്? അച്ഛൻ വിളിച്ചിട്ട്. അച്ഛൻ എന്തിനാ എന്നെ വിളിക്കുന്ന കപ്പേരെ? അത് അച്ഛനോട് ചോദിക്കണം. എടോ, തന്റെ മനസ്സമ്മതം നടത്തിയ അച്ഛനല്ല, പുതിയ അച്ഛനാ. ആളൊരു കടുംപിടുത്തക്കാരനാണ്. കുമ്പസരിക്കാനായിരിക്കും വിളിക്കുന്നത്. ഞാൻ കുമ്പസാരിച്ചതാ. ഈ അച്ഛന്റെ മുന്നിൽ കുമ്പസരിക്കണം. അച്ഛൻ പറഞ്ഞിട്ടാ. എന്തൊക്കെ ചോദിക്കും? അതിന് താൻ വിഷമിക്കണ്ട, എല്ലാം അച്ഛൻ ചോദിച്ചോളൂ. കുമ്പസാരിക്കണ്ടെന്ന് പറഞ്ഞാലോ അച്ഛൻ എന്തു പറയും? അച്ഛനൊന്നും പറയില്ല. ഓ, പക്ഷേ കല്യാണം നടക്കില്ല. ഈ കല്യാണം നടക്കണോ? നടക്കണം. എന്നാ നടന്നോ. അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. തൊഴു തൊഴു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. സ്തുതിയായിരിക്കട്ടെ. എന്താ നിന്റെ പേര്? ജോർജ്. പുണ്യാളന്റെ പേരാണല്ലോ. അല്ല, എന്റെ പേരാ പുണ്യാളന്. ആ, രഹസ്യങ്ങളൊക്കെ പഠിച്ചോ? എന്റെ മനസ്സിൽ രഹസ്യങ്ങളൊന്നും അച്ചോ. കുംഭസാര രഹസ്യങ്ങളെ പറ്റിയാണ് ഞാൻ ചോദിച്ചത്. എല്ലാം അറിയാച്ചോ. ബൈബിൾ വായിച്ചിട്ടുണ്ടോ? ആ, എങ്കിൽ ബൈബിളിന്റെ അവസാനം എന്താ? പറയൂ. ചുവന്ന പുറഞ്ചട്ട. ബൈബിളിന്റെ അവസാനം ആമേൻ എന്ന വാക്കാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതെനിക്കറിയാം. ഈശോ കുരിശിലേറിയത് ആർക്ക് വേണ്ടിട്ടാ? ഈശോ പറയൂ. ഈശോ കുരിശിലേറിയത് ആർക്ക് വേണ്ടിയിട്ടാണെന്നാണ് ഞാൻ ചോദിച്ചത്. കപ്പ്യാർക്ക് വേണ്ടി. ഇവ എന്നെ കുരിശി കയറ്റും. ഈ കല്യാണം നടക്കില്ല. ബൈബിളിനെ കുറിച്ച് നിനക്ക് ഒരു ചുക്കും അറിയില്ല. അയ്യോ, ചതിക്കരുത് അച്ചോ. ഈ കല്യാണം നടന്നില്ലെങ്കിൽ ആൾക്കാരുടെ മുമ്പിൽ നാണം കിടന്നത് ഞാനല്ല, താലിഭാഗ്യം നഷ്ടപ്പെടുന്ന ഒരു പെണ്ണുണ്ട്, ആഞ്ചമ്മ. എന്റെ ആഞ്ചമ്മ. അവളിത് സഹിക്കില്ല അച്ചോ. നടക്കില്ല. നടത്തണം. എന്ത് വേണേലും ചെയ്യാച്ചോ. പള്ളിക്ക് ഒരു 30 കസേര പണിത് തരണം. നടക്കുവോ? നടക്കും. ആ, എങ്കിൽ കല്യാണം നടക്കും. ഞാൻ നടത്തും. പക്ഷേ ഒരു കാര്യം, കെട്ടുകഴിഞ്ഞാൽ മേടയിൽ വെച്ച് 30 കസേരക്കുള്ള കാശ് നീ എനിക്ക് തരണം. ഇല്ലെങ്കിൽ വിടില്ല ഞാൻ. ജോർജ് പുണ്യാള പറയുന്നു. അല്ല, ജോർജ് മണവാളനാ പറയുന്നത്.
ആ അളിയ എന്താ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നേ? മരണം വരെ നോക്കണമെന്നാ ബൈബിളിൽ പറഞ്ഞിരിക്കണത്. അപ്പൊ കല്യാണം കഴിഞ്ഞ പണിക്കൊന്നും പോകാനുള്ള പരിപാടി ഇല്ലേ? എന്നെ നോക്കി ഇരിക്കാനുള്ള പുറപ്പാടാണോ? പുറപ്പാടിന്റെ പുസ്തകത്തിലാ അങ്ങനെ പറഞ്ഞിരിക്കണത്. പണിക്ക് പോകരുതെന്നോ? അല്ല, ഭാര്യയെ നല്ലോണം നോക്കണമെന്ന്. ഉം. ആട്ടെ, ആഞ്ചമ്മോട് ഒരു ചോദ്യം ചോദിക്കട്ടെ? ഇനി എന്തും ചോദിക്കാം, എന്തും. യേശു കുരിശിലേറിയത് ആർക്കു വേണ്ടിയാ? പറ, യേശു കുരിശിലേറിയത് ആർക്കു വേണ്ടിയാ? ആ, നമുക്ക് രണ്ടാൾക്കും വേണ്ടി, ശരിയല്ലേ? അപ്പൊ 60 കസേര ഉറപ്പിച്ചു. ചക്കിക്കൊത്ത ചങ്കരൻ. ഇതെങ്ങനെ ഒത്ത്? അതെ, അച്ഛൻ ചോദിച്ചപ്പോ യേശു കുരിശിലേറിയത് കപ്പിയാർക്ക് വേണ്ടിയെന്നാ ഞാൻ പറഞ്ഞത്. തെറ്റായിപ്പോയല്ലേ? പിന്നെ അച്ഛൻ എന്തെങ്കിലും ചോദ്യം ചോദിച്ചാ ഉത്തരവൊന്നും പറയണ്ട, പല്ലുവേനയെന്ന് പറഞ്ഞാ മതി. അതെന്തിനാ? അല്ലെങ്കിൽ 30 കസേര കൂടി പണിത് കൊടുക്കേണ്ടി വരും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആദ്യം എനിക്കൊന്നും മനസ്സിലായില്ല, ഇപ്പൊ എല്ലാം മനസ്സിലായി. സംസാരിക്കാൻ ഇനിയും സമയമുണ്ട്. കെട്ടുറുവാനിക്ക് നേരായി. വാ ചെല്ല്, ഞാൻ വന്നേക്കാം. പ്രിയമുള്ളവരെ, ഇന്ന് ഈ ദേവാലയത്തിൽ തിരുസഭയുടെ കൽപ്പനകൾ അനുസരിച്ച് 2 പേർ വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കുകയാണ്. 2 വ്യത്യസ്തമായ കാഴ്ചപ്പാടിൽ, വ്യത്യസ്തമായ ചുറ്റുപാടുകളിൽ, പല ഹൃദയങ്ങളായി അല്ലെങ്കിൽ ഇരു ഹൃദയങ്ങളായി ജീവിക്കുന്ന ഇവർ ഇന്ന് ഒരു ഹൃദയമായി ജീവിക്കാൻ തുടങ്ങുകയാണ്. വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കുന്ന ഈ ദമ്പതികളെ തിരുസഭാസമക്ഷം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ആശീർവദിക്കുമാറാകട്ടെ. വിവാഹ ഉടമ്പടിയാണ്. 2 പേരും വലതുകൈ ചേർത്ത് പിടിക്കുക. ഇനി തിരുസഭയുടെ മുന്നിൽ സമ്മതം രേഖപ്പെടുത്തുക. ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപിരിക്കും വരെ, ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ പരസ്പരം ജീവിച്ചുകൊള്ളാം. ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. വിരിപ്പാവും കൊടുക്ക്. വിരിപ്പാവ് വധുവിന്റെ കയ്യിലേക്കിട്. താലിമാല കയ്യിൽ വെച്ചോ. വധു മുട്ടുകുത്തി നിൽക്കട്ടെ. ജോർജ് താലി കെട്ട്. ജോർജ് താലി കെട്ട്. എന്താ ജോർജ്, താലി കെട്ട്. ജോർജ് ആരെ വിളിച്ച്? ജോർജ് നിനക്ക് ഞാൻ ജോർജ് എന്ന് പേരിട്ടിരിക്കുന്നത് എന്തിനാ? നീ നാടിന് വേണ്ടവനാണ്. ഇപ്പോ നീ കല്യാണം കഴിച്ചാൽ നിന്റെ കർമ്മം നിന്റെ കുടുംബത്തിൽ മാത്രം ഒതുങ്ങും. അത് പാടില്ല. നിന്റെ കർമ്മരംഗം വലുതാണ്. നീ നാളെ
നിന്റെ കർമ്മപദം കൊണ്ട് ശ്രേഷ്ഠനാകേണ്ടവനാണ്. നീ കല്യാണം കഴിച്ചാൽ നാഥനില്ലാത്ത അവസ്ഥയിലാകും ഈ നാട്. ഇല്ല പുണ്യാള, ഞാൻ കല്യാണം കഴിക്കില്ല. എന്റെ താലി കിട്ടൂലെന്നാ, കല്യാണം മുടങ്ങൂലേ? പുണ്യാളം പറഞ്ഞത് നിങ്ങൾ കൂടി കേട്ടല്ലേ? ഏയ്, ഞങ്ങളൊന്നും കേട്ടില്ല. എന്നാ ഞാൻ കേട്ടു. ഞാൻ കല്യാണം കഴിച്ച ശരിയാവൂല. പിടിക്ക്, എന്റെ പെങ്ങളപ്പിന് ഞാൻ എന്ത് ചെയ്യും? നീ കൊണ്ട് പുഴുങ്ങി തിന്നടാ. ജോർജ്, അയ്യോ ആഞ്ചമ്മേ, എന്താ ഇത്? പിടിക്ക്. ജോർജ്, എടാ ജോർജ്. ഇതാണ് നമ്മുടെ ആ പഴയ സെയിൻറ് ജോർജ് ദേവാലയം. പണ്ട് നമ്മൾ ഈ പള്ളി കണ്ടത് ജോർജ് ഏട്ടൻ്റെ വിവാഹത്തിൻ്റെ അന്നാണ്. ജോർജ് ഏട്ടൻ ഇപ്പോൾ പ്രായം 60. അപ്പോൾ ഏതാണ്ട് 5 വയസ്സിന് എളുപ്പം കാണും ആഞ്ചമ്മ ചേച്ചിക്ക്. ഇത് ഫാദർ ഉറുമീസ് പനക്കൽ. ഇപ്പോ ഈ ദേവാലയത്തിന്റെ സാരഥിയാണ് ഈ തൃശ്ശൂർക്കാരൻ. ഇതാണ് ഒറ്റപ്ലാക്കൽ ലൗദ, അതായത് നമ്മുടെ കഥാനായിക ഒറ്റപ്ലാക്കൽ ആഞ്ചമ്മയുടെ സ്വന്തം ആങ്ങൾ. ആഞ്ചമ്മയുടെ കല്യാണം മുടങ്ങിയപ്പോ എന്റെ പെങ്ങളപ്പിന് ഞാൻ എന്ത് ചെയ്യും എന്ന് വികാരാധീനനായി ചോദിച്ച പൊടിമീശക്കാരനല്ല ഇന്ന് ഒറ്റപ്ലാക്കൽ ലൗദ. ഒരുപാട് വിവാഹങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഈ സെയിന്റ് ജോർജ് ദേവാലയത്തിൽ ഇന്ന് മറ്റൊരു വിവാഹം നടക്കുകയാണ്. ഇതാണ് വരൻ, പേര് സോണിച്ചൻ. കല്യാണ ദിവസമായിട്ടും കൂടി കണ്ടില്ലേ ഇവന്റെ കോപ്രായം. ഇതാണ് പ്രതിശ്രുത വധു, പേര് ഏഞ്ചൽ. പേരുകൊണ്ട് മാലാഖയാണെങ്കിലും ഇവളും ഒട്ടും മോശക്കാരി അല്ല. ഫേസ് ഒന്ന് സ്വല്പം ഉയർത്തടോ. ഈ ഫേസ്ബുക്ക് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ കണ്ടുമുട്ടില്ലായിരുന്നു. താങ്ക് യു ഫേസ്ബുക്ക്. ഈ ട്വിറ്ററും ഫേസ്ബുക്കും ഇല്ലാത്തൊരു സിറ്റുവേഷനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല. നീ ഒന്ന് ലൈക്ക് അടിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ തമ്മിൽ കാണില്ലായിരുന്നു. ഞാനിങ്ങനെ എത്ര ലൈക്ക് അടിച്ചിരിക്കുന്നു. വിവാഹം എന്ന ഓൾഡ് കമ്മിറ്റ്മെന്റ്, ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. പിന്നെ ഡാഡി മമ്മി സമ്മതിക്കില്ല. യൂസ്ലെസ് ഫെലോസ്. ഹായ് ഹായ്. മമ്മി ഫേസ്ബുക്കിലുണ്ടോ? നോ 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 നോ, കൺട്രി ഫെലോസ്, വിവരമില്ലാത്ത വർഗങ്ങൾ. ആദ്യം എന്റെ ഫോട്ടോ ഫേസ്ബുക്കിൽ കണ്ടപ്പോ എന്താ തോന്നിയടാ നിനക്ക്? ഞാൻ വീണുപോയി. മൈ മാം വരുന്നുണ്ട്. സത്യത്തിൽ ഞാൻ അവരുടെ മകനല്ല. പിന്നെ ഈ നിറമല്ലായിരുന്നു ഞാൻ. ഞാൻ നല്ല വെളുത്ത കുഞ്ഞായിരുന്നു. ആശുപത്രിയിൽ വെച്ച് ഞാൻ മാറിപ്പോയതാ. പിന്നെ മാം എന്തെങ്കിലും വിവരക്കേട് പറഞ്ഞ താൻ ക്ഷമിച്ചേക്കണം. മോക്ക് നാണമുണ്ടോ? ഇല്ലമ്മേ. ശരിയാ, മോളുടെ മുഖത്ത് നോക്കിയാ അറിയാൻ നാണമില്ലാത്തവളാണെന്ന്.
മൊത്തം എത്ര പവൻ കാണും? ഒരു 12.5 പവൻ കാണും. ഞാനിപ്പോ വരാം. എടാ അത് നോക്ക്, അത് നോക്ക്. അതല്ല എടാ, ഇന്നെങ്കിലും ഈ ഫേസ്ബുക്കും പണ്ടാരം ഒന്ന് ഒഴിവാക്കിക്കൂടെ? ഓ, അതിന് പറ്റിയ 2 കുരങ്ങന്മാരും. ആ എടാ, നീ ഇങ്ങ് വന്നേ. എന്താ മാം? എടാ, നീ ആ പെണ്ണിന്റെ കഴുത്തിലോട്ട് നോക്കിയോ? കഴുത്തിലോട്ട് മാത്രം നോക്കിയില്ല. അയ്യോ, നിനക്കൊന്നും തോന്നിയില്ല? അപ്പം പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. എന്നാ എനിക്ക് തോന്നി. ഞാൻ അവളോട് ചോദിക്കുകയും ചെയ്തു. എന്തു തോന്നി, എന്തു ചോദിച്ചു? ഒന്ന് തെളിച്ചു പറ മാം. എടാ, അവളുടെ അപ്പം മനസമ്മതത്തിന്റെ അന്ന് എന്നതാ പറഞ്ഞത്? സ്ത്രീധനം 101 പവൻ തരാവുന്നല്ലേ? അല്ല മാം, 101 ഗ്രാം. ഞാൻ കേട്ടതാ. എന്റെ പുണ്യാളാ, ഇങ്ങനെ ഒരു മണകുണാഞ്ചൻ. എടാ, 101 പവൻ ഇപ്പൊ എന്നതാ വില? എന്നതാ വില? പവൻ 23,000 രൂപ വെച്ച് 23 ലക്ഷം. ഇക്കാലത്ത് 23 ലക്ഷം രൂപ കിട്ടിയാ നിനക്ക് കഴിക്കോ? അതിപ്പോ അതിന്റെ പകുതി എനിക്ക് തന്നാ എനിക്ക് കഴിക്കോ? എടാ, അവളുടെ അപ്പന് കഴിഞ്ഞ ആഴ്ച ലോട്ടറി അടിച്ചെന്നാ നമ്മുടെ ഏലൂരത്തെ കൊച്ചാമ്മ പറഞ്ഞത്. എന്നാലും എടാ മണ്ട, നമ്മള് പ്ലേറ്റ് ഒന്ന് മറിക്കുന്നു. എടാ ടോണിച്ച, കിട്ടിയാ കിട്ടി. കിട്ടിയാ എത്രയാ? എത്ര? 23 ലക്ഷം. അതെ. ദേ, അവിടെ തള്ള വരുന്നുണ്ടോ? പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. എന്താ അമ്മയും മോനും കൂടി ഒരു രഹസ്യം പറച്ചില്? രഹസ്യമാക്കി വെച്ചത് ആരാ? ഞങ്ങളാണോ? എന്ത് രഹസ്യം? പെണ്ണിന്റെ കഴുത്തിൽ 12.5 പവനല്ലേ ഉള്ളൂ. ബാക്കി 89 പവനോടെ. 89 പവനോ? എനിക്കൊന്നും മനസ്സിലാവണില്ല. നിനക്കൊന്നും മനസ്സിലാവില്ലടി, നീ പൊട്ടം കളിക്കും. തെളിച്ചു പറമ്മേ, എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ മനസ്സിലാക്കി തരാടി. ഇങ്ങോട്ട് വേണം. ഇങ്ങോട്ട് വാടാ. തൊലിവെളുപ്പ് കണ്ട് ഇളിച്ചു കാണിച്ച് വേണ്ടാത്ത വയ്യാവേലിയൊക്കെ ഒപ്പിച്ചു വെച്ചിട്ട്. നിങ്ങളൊക്കെ കേക്കണം നാട്ടുകാരെ, 101 പവൻ സ്ത്രീധനം തരാമെന്ന് പറഞ്ഞിട്ടാ എന്റെ മോനെ കൊണ്ട് ഇവർ ഈ വേഷം കെട്ടിച്ചത്. എന്നിട്ടിപ്പോ 12.5 പവൻ മാത്രമുണ്ട് പെണ്ണിന്റെ കഴുത്തേല്. എന്റെ മോനെ പറഞ്ഞ് പാട്ടിലാക്കിയത് ഈ പെണ്ണിന്റെ തള്ള ഒറ്റ ഒരുത്തിയാ. അവളാ ഇതിന് മുഴുവൻ കാരണം. സത്യമായിട്ടും 12.5 പവൻ പറഞ്ഞത്. ആ 12.5 പവനും എന്റെ മോളുടെ ദേഹത്തുണ്ട്. അതും പറഞ്ഞ് എന്റെ മോന്റെ കഴുത്തിലോട്ട് കയറാൻ പറയണ്ട. സമ്മതിക്കില്ല ഞാൻ. സത്യമായിട്ടും 12.5 പവൻ പറഞ്ഞിരിക്കുന്നത്. നടക്കില്ല, ഈ കല്യാണം നടക്കില്ല. ആരെന്ത് പറഞ്ഞാലും കൊള്ളാം, ഞാൻ സമ്മതിക്കില്ല ഇതിന്. അത് തന്നെ, അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുമോ? ഞാൻ നോക്കട്ടെ ഇതിന് പരിഹാരം ഉണ്ടാക്കാവുന്ന. മോന്തക്കെട്ട് കുത്തും മിണ്ടരുത്. നിർത്ത ചന്തയെന്ന് വിചാരം പള്ളിമുറ്റത് സംസ്കാരമില്ലാത്ത വഹകള്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ പെൺകുട്ടിക്ക് 101 പവൻ സ്ത്രീധനം കൊടുക്കാന്ന് പറഞ്ഞോ? ഇല്ലച്ചോ, ആകെ 12.5 പവൻ കൊടുക്കാനുള്ള ത്രാണിയേ ഉള്ളൂ. ഉള്ളത് മുഴുവൻ എന്റെ മോളുടെ ദേഹത്തുണ്ട്. 12.5 പവൻ. ഈ പറഞ്ഞത് പച്ചക്കള്ളവാ. ഞാൻ എന്റെ ഈ കാതുകൊണ്ട് കേട്ടതാ 101 പവൻ തരാമെന്ന്. അത് തരാതെ ഈ കല്യാണം നടക്കില്ല. ഞാനാ പറഞ്ഞ മിണ്ടാതിരിക്കാൻ. എന്നാ പിന്നെ 23 ലക്ഷം അച്ഛന്താ, അല്ലെങ്കിൽ 101 പവനോ? വിടില്ല ഞാൻ. ഒരു പെൺകുട്ടിയുടെ കാര്യല്ലേ, ഒന്ന് മനസ്സ് മാറ്റിക്കൂടെ? അച്ഛൻ അവളോട് പറ മനസ്സ് മാറ്റാൻ. ഞാനല്ലല്ലോ തെറ്റുകാരി. ഞാൻ പഞ്ചപാവോ അച്ചോ. എന്റെ ജോർജ് പുണ്യാളാ, ഇതിനൊരു വഴി കാട്ടണേ. അച്ഛൻ ഇതിനൊരു പരിഹാരം കാണണം. അതിപ്പോ ഇനി ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഒരാൾക്കേ സാധിക്കൂ. ആർക്കാച്ചോ? ജോർജേട്ടന് മാത്രം. ഗ്രാം സ്വർണം സെക്കൻഡുകൾക്കുള്ളിൽ 101 പവനാക്കി മാറ്റിയവർക്ക് ജോർജേട്ടന്റെ പത്തരമാറ്റുള്ള 916 തിരിച്ചടി. അത് കാണാൻ നിങ്ങൾ കാത്തിരിക്കേണ്ടത് നാളെ രാത്രി വരെ മാത്രം.
നാടോടി നടക്കും ചേട്ടൻ പേരറിയാം ജോർജേട്ടൻ പുലിവാലു പിടിച്ചു വലിക്കും